ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നൊരു പാലക്കാട് സ്റ്റൈൽ ബിരിയാണി കണ്ടാലോ. അതിനായിട്ട് നമ്മളൊരു പാത്രം വെക്കുക, അതിലേക്ക് സവാള എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം വാട്ടിയെടുക്കുക. അതിലേക്ക് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, പിന്നെ കൊത്തമല്ലി, പുതിനച്ചപ്പും ചെറുതായിട്ട് അരിഞ്ഞതും ഇതെല്ലാം നല്ലോണം വഴറ്റിയെടുത്തിട്ട് അതിനുശേഷം കുറച്ച് ഉപ്പ്, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ലെമനും കൂടെ ഒഴിച്ചിട്ട് മസാലേൻ്റെ ആ ഒരു പച്ചമണം പോകുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് തൈര് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ. അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് മുന്നേ ചിക്കൻ പൊരിച്ച് വെച്ചിരുന്നു. നല്ലോണം ഫ്രൈ ആക്കി എടുക്കുകയല്ല, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക എണ്ണയിലിട്ടിട്ട്. എന്നിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ച മസാലേൻ്റെ മുകളിലായിട്ട് ഈ റെഡിയാക്കി വെച്ച ചിക്കൻ പീസസ് പ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മളൊരു 1/2 hour ക്ലോസ് ചെയ്ത് വെക്കണം കേട്ടോ, ആ മസാലേൻ്റെ ഫ്ലേവറുകളെല്ലാം ഈ ചിക്കനിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി അത് അടച്ച് വെച്ചിട്ട് തീ കുറച്ച് വെക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് അരി നല്ലോണം കഴുകി വേവിച്ചെടുക്കുക. എന്നിട്ട് ഈ മസാലയിലേക്ക് ഒരു ലെയർ റൈസ് ഇടുക. എന്നിട്ട് നല്ലോണം സെറ്റ് ചെയ്തിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഇറച്ചി പൊരിച്ചപ്പോൾ കുറച്ച് എണ്ണ ബാലൻസ് വരുമല്ലോ, അതും കൂടെ മേലെ വെച്ച് കൊടുക്കുക കേട്ടോ, അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരും. എന്നിട്ട് നെക്സ്റ്റ് ലെയർ പിന്നെയും നമ്മൾ റൈസ് ഇടുക, കുറച്ച് ഗരം മസാല ഇടുക. ഇതിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഓയിൽ ഒഴിച്ചിട്ട് അതിന് മേലെ 1 kg നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് അധികം ഒഴിച്ചാൽ നല്ല ഫ്ലേവർ വരും. എന്നിട്ട് ഒരു 1/2 hour നമുക്ക് അടച്ച് വെക്കാം. അതിൻ്റെ അടിയിലൊരു തവ വെക്കണം കേട്ടോ, എന്നാൽ പിന്നെ അടി പിടിക്കുന്ന ആ പ്രശ്നമൊന്നും വരില്ല. അതിൽ കുറച്ച് ബിരിയാണി ഫ്ലേവർ, ഒരു 2 to 3 drops മാത്രം ബിരിയാണി ഫ്ലേവർ ആഡ് ചെയ്തിന് കേട്ടോ. അങ്ങനെ നമ്മൾ ബിരിയാണി സെറ്റായിട്ടുണ്ട്. കുറച്ച് കൊത്തമല്ലിയും കൂടെ മേലെ ഇട്ടിട്ട് നമ്മൾ ദമ്മ് പൊട്ടിച്ച് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഈസി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നോട് പറ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ശരി, ടാറ്റാ.